ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ സമീപിക്കാത്ത, എന്നാൽ സമീപകാലത്ത് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു കണ്ണിനെ കുറിച്ച് ചോദിച്ചതുപോലെ, കൽബിനെ കുറിച്ച് ചോദിച്ചതുപോലെ അള്ളാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമല്ലയോ നിങ്ങൾക്കൊരു വീട് നൽകിയത്? നമുക്ക് വീട് നൽകിയതാരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം മുമ്പിൽ കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഭാര്യ മക്കളോടൊത്ത് സന്തോഷത്തോട് ചേർന്നൊന്ന് കിടക്കാ, പാതിരാ പട്ടാപകല് ചെയ്ത ജീവിതത്തിന്റെ എല്ലാ പ്രയത്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളൊന്ന് മാറാൻ, രാത്രിയിൽ കണ്ണുപൂട്ടി ശരീരമൊന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ, ഓ ജൽനാനൗമക്കും സുബാതാ, നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കാൻ, നിങ്ങൾക്കൊന്ന് സുത്തന്തമായി കിടന്നുറങ്ങാൻ നിങ്ങൾക്കൊരു വീട് നൽകിയതാരാ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീടുകൾ നമ്മൾ കെട്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇന്ന് ഞാൻ എന്റെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സമയമേറെ വൈകിയാലും ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണപ്രദമാകുന്ന, ഇന്ന് ഈ സദസ്സ് കഴിഞ്ഞു പോയാലും നാളെ രാവിലെ മുതൽ നിങ്ങളുടെ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾക്ക് വീട് തന്നതാരാ? നമ്മൾ പറയും ഗൾഫിൽ പോയി കട്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വീടാ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ പറയും ഞാൻ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിയ വീടാ, അതല്ലെങ്കിലോ പഞ്ചായത്തിനേക്ക് നൽകിയ വീടാ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കുടപ്പിനക്കൽ ത്രമാണിന്റെ സൗമ്യമായ നേതൃമുഖം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിന് നടത്തിയ ബൈത്തുർ റഹ്മയിലൂടെ കിട്ടിയ കൊച്ചു വീടാകട്ടെ, അതല്ല കോൺക്രീറ്റ് സൗധമാകട്ടെ, അമ്പലചുംബികളായ വീടുകളാകട്ടെ, ഏത് വീടുകളാണെങ്കിലും ആ വീട് നമുക്ക് നൽകിയതാരാ? അല്ലാഹു പറയാ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങൾക്ക് കിടക്കാനൊരു വീട് നൽകിയത് എന്റെ അനുഗ്രഹമാ. അള്ളാഹു കണ്ണ് പറഞ്ഞതുപോലെ, കാല് പറഞ്ഞതുപോലെ, കാത് പറഞ്ഞതുപോലെ, കര പറഞ്ഞതുപോലെ, കവന കൗമുദികളെ പറഞ്ഞതുപോലെ അള്ളാഹു പറയാണ്, നിനക്കൊരു വീട് തന്നതാരാ? ഈ നെല്ലിപ്പറമ്പിലും ചുറ്റുപ്രദേശത്തും താമസിക്കുന്ന ഈ പാതിരാ സമയത്ത് ഇത്രയേറെ വൈകിട്ട് മച്ചവരായി കാത്തിരിക്കുന്നവരോട്, നമ്മുടെ വീടുകൾ ചെറുതായിരിക്കാം, ആകാശത്തും മഴയൊന്ന് പെയ്താൽ തിമിർത്തു പെയ്യുന്ന ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളാകട്ടെ, മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിച്ച കോൺക്രീറ്റ് സൗധമാകട്ടെ, ആ വീട് നമുക്ക് നൽകിയതാരാ? ഓ അല്ലാഹുവാണെന്ന്, അത് നിന്റെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഞാനെന്ന് പ്രതിപാദിക്കുന്നത് മറ്റൊന്നുമല്ല, വീടിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ 8 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഇത് ഖുർആനാണ്, ഈ വിനീതനൊരു ഖുർആന്റെ പ്രഭാഷകനാണ്. അള്ളാഹു നമ്മുടെ വീടിനെ കുറിച്ച് ഖുർആനിൽ 8 സ്ഥലത്താണ് പറയുന്നത്. എന്തിനാണ് വീടിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ അത് പറയുന്നത്? മറ്റൊന്നുമല്ല, ഇന്ന് സമകാലീന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീടാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങാടിയെ കുറിച്ച് പറയുമായിരുന്നു, നാടുവല്ലാതെ നശിച്ചുപോയെന്ന് പറയുമായിരുന്നു. ഇന്നത് മാറിയിട്ട് നാം പറയേണ്ടിയിരിക്കുന്നു, വീട് നശിച്ചുപോയി. 9 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് വീടിന്റെ ജനാലക്കമ്പിയെ, 12 വയസ്സുള്ള പൊന്നുമോണ മലത്തിക്കിടത്തി മാനഭംഗം ചെയ്യുന്നത് നാട്ടിലെ വ്യഭിചാരശാലയിലല്ല, 5 സ്റ്റാർ ഹോട്ടലുകളിലല്ല, സ്വന്തം വീടുകളിൽ അച്ഛന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പുതിയ തലമുറ. കൊല്ലം ജില്ലയിൽ 12 വയസ്സുകാരി ജനൽ കമ്പിയിൽ ആത്മഹത്യ ചെയ്തു. അത്രേ ആരാണ് പൊന്നുമോളുടെ മാനം കവർന്നതാരാ? അവളുടെ അമ്മയുടെ അച്ഛന്. ജരാന്തരകൾ ബാധിച്ചിട്ട് വിവേകം വരേണ്ട വാർദ്ധക്യകാലങ്ങള്, പ്രിയപ്പെട്ട കൊച്ചുമോളുടെ മാറിടത്തിൽ കാമം കാണുന്ന പുതിയ ഒരു വൃദ്ധതലമുറ. ആരാണതിന് കൂട്ടുനിന്നത്? അവളുടെ പ്രിയപ്പെട്ട അമ്മ. അമ്മയാണ് അച്ഛനെ മകളെ പീഡിപ്പിക്കാൻ കാവല് നിൽക്കുന്നത്. എവിടേക്കാണ് ലോകം പോകുന്നതെന്നറിയില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ മാസം കേട്ട വാർത്ത, കഴിഞ്ഞ 1 മാസക്കാലമായി ആത്മഹത്യ ചെയ്ത കൊച്ചു പെൺകുട്ടികളുടെ ശവശരീരങ്ങൾ
കൊണ്ട് ജനൽ കമ്പികൾ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്ന് കേരളത്തിന്റെ വീടിന്റെ ജനാല കമ്പികൾ കരയുകയാണത്രേ. പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ കൈപിടിച്ച് തേച്ചു പോകാതിരിക്കാൻ താങ്ങായി നിന്ന തങ്ങളുടെ മുകളിലാണല്ലോ വളർന്നു വന്നപ്പോ പൊന്നുമോളോ മരണത്തിന്റെ കുടുക്ക് കിട്ടിയത്. ജനാല കമ്പികൾ കരയുകയാണത്രേ. കാസർഗോഡ് ജില്ലയിൽ ഗൾഫിലാണ് ഭർത്താവ്, ഭാര്യ ഗർഭിണിയായി. എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു, ഭാര്യ ഒരു പരപുരുഷന്റെ സ്പർശനം എനിക്ക് ഏറ്റിട്ടില്ല. അവസാനം ആരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് അന്വേഷിച്ചപ്പെടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്ന് ഞാൻ സംബോധന ചെയ്യുകയില്ല. ഒരു വീടിന്റെ അകത്തളത്തിൽ ജീവിക്കുന്നവര് ആരാണ് പ്രതി എന്നറിയുമോ? അമ്മ വൈകുന്നേരമാകുമ്പോ പാവപ്പെട്ട അമ്മ അന്തിക്കൊരു കൂട്ടാണെന്ന് കരുതി വളർത്തിയ അപ്പുറത്തെ റൂമിൽ കിടന്ന 14 വയസ്സുകാരനാണ് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് തിരിച്ചറിയുമ്പോ സ്വന്തം മകനാൽ ഗർഭിണിയാക്കപ്പെട്ട അമ്മ എവിടെയാണ് ലോകമെത്തി നിൽക്കുന്നതെന്നറിയില്ല. 12 വയസ്സുള്ള പൊന്നുമക്കൾക്ക്, പാവപ്പെട്ട പ്രിയപ്പെട്ട പിഞ്ചു പൈതലുകൾക്ക് വീടുകളിൽ ജീവിക്കാൻ കഴിയുന്നില്ലത്രേ. അച്ഛന്മാരവരുടെ കാപാലികരാകുന്നുവത്രേ, അമ്മമാര് കൂട്ടിക്കൊടുക്കുന്നുവത്രേ. എവിടെയാണ് നമ്മൾ ഈ ലോകത്തെത്തി നിൽക്കുക? മലയാളത്തിന്റെ പുതിയ ആധുനിക കവി സത്താറാദൂരിന്റെ ഒരു ചെറിയ കവിതയുണ്ട്. ആ കവിതയാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖചിത്രം. സത്താറാദൂർ എഴുതുകയാണ്, പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ ഇരുട്ടിലൊരാൾ വന്നപ്പോ പൊന്നുമോൾ ഉറക്ക നിലവിളിച്ചു, അച്ഛാ എന്ന് ഉറക്ക നിലവിളിച്ചപ്പോഴാണ് ആ പൊന്നുമോള് വെളിച്ചത്തിൽ കണ്ടത് തന്റെ മാനം കിടത്താൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി ആരെയാണ് ആ പൊന്നുമോള് നിലവിളിക്കുക? സഹോദരങ്ങളെ, ഈ സമകാലീന ലോകത്തിന്റെ വാർത്താവരികൾക്കിടയിലൂടെ കടന്നു പോകാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ബോധപൂർവം ഞാൻ എന്റെ സദസ്സിനോട് പറയാ, ഈ വാർത്തകളുടെ ഇടയിൽ ഞാൻ ഖുർആനിൽ നിന്നൊരു വീടിനെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയോ? അള്ളാഹു വീടിനെ കുറിച്ച് 8 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ പറഞ്ഞത്. ഇന്ന് ഈ സദസ്സ് കഴിഞ്ഞ നാളെ നമ്മുടെ വീടുകളിൽ ഐശ്വര്യത്തിന്റെ മാരിവില്ലുകൾ തെളിയണം. നാളെ നമ്മുടെ വീട് അനുഗ്രഹത്തിന്റെ വിളക്കുകൾ തെളിയണം. അള്ളാഹു ഒരൊറ്റായത്തിൽ തന്നെ വീടിനെ കുറിച്ച് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. സമയമില്ലല്ലോ സഹോദരങ്ങള്, അതുകൊണ്ട് വിഷയം വിശാലമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുടങ്ങുകയാണ്. ഒരൊറ്റായത്തിൽ അള്ളാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് 3 കാര്യങ്ങളാ. ഒന്ന്, നിനക്ക് തലചായ്ക്കാൻ ഒരു വീട് തന്നതാരാ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നുണ്ട്, വീട് തന്നത് അല്ലാഹുവാണ്. ഒന്ന്, അതവന്റെ അനുഗ്രഹമാണ്. ഒരാൾക്ക് വീടില്ലാത്ത എത്രയെത്ര ആളുകൾ ഇപ്പോഴും വാടക തിണ്ണകളിൽ കഴിയുന്നവർ, സ്വന്തമായിട്ടൊരു വീട് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ചുരുക്കി പറയട്ടെ, രണ്ടാമത് അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് ആരുടെ വീട്? ബ്രൂണേ സുൽത്താന്റെ വീടല്ല, അംബാനിയുടെ വീടിനെ കുറിച്ചല്ല, നമ്മുടെ വീടിനെ കുറിച്ച് അല്ലാഹു പറയുന്നു. ഒരു വീടുണ്ടായിട്ട് കാര്യമില്ല, ചോർന്നൊലിക്കാടെ കിടക്കാനൊരു വീടുണ്ടായിട്ട് കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ട് ബേജാറോടെ വൈകുന്നേരം വീട്ടിലെത്തുമ്പോ മിമ്പുയൂത്തിക്കും സകനാ, നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാവണം. വീടുണ്ടായിട്ട് കാര്യമില്ല. രണ്ടാമത്തത് മിമ്പുയൂത്തിക്കും സക്കനാ, വീടിന്റെ ഉള്ളിൽ സമാധാനമുണ്ടാവണം, സമാധാനമുള്ള വീടാവണം.